ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ആൻജി. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന ആൻജിയുടെ ചേച്ചിയാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ എന്തുണ്ടാക്കാൻ പോകണോ? ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോകണോ? നേരത്തെ കുറച്ച് അരങ്ങോലായി കാണിച്ചത് ഉരുളക്കിഴങ്ങ് കാണിച്ചതാണ്. ഞാനാട്ടോ വൃത്തിയാക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ അന്നം പന്നം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കട്ടിയാണ്. ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്തോളൂ, പക്ഷേ ഞങ്ങൾ കട്ടുന്നത് ഭയങ്കര വെറൈറ്റി ആയിട്ടാണ്. പിന്നെ നമ്മൾ സ്റ്റവ് അങ്ങോട്ട് ഓൺ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒരു പാത്രം വെച്ചു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കാൻ സ്വാഭാവികമാണല്ലോ. അത് ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് എത്തി വെക്കും, അത് തിളച്ചെന്നറിയാനേ. വെച്ചപ്പന്നെ എത്തി വെക്കണം, എന്താ ബുദ്ധി, എൻ്റെ ഭയങ്കര ബുദ്ധികാരിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജ് തുറന്നു. അത് കഴിഞ്ഞിട്ട് അതിൽ തണുത്ത വെള്ളം, അത് ഞാനാണ് കേട്ടോ ചെയ്യുന്നതൊക്കെ. പണിയെടുക്കാൻ ഞാൻ പെണ്ടേം എടുക്കത്തിയ. തണുത്ത വെള്ളം എടുത്തുകൊണ്ട് വന്നു, ഇതവിടെ വെച്ചു. വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിലേക്ക് ഐസ് ക്യൂബ് ഇടുന്നു. ഐസ് ക്യൂബ് ഇടുന്നത് എന്തിനാ ഇപ്പം മനസ്സിലാവും. ആ സാധനമൊക്കെ പൊട്ടറ്റോ ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് തട്ടുക. നന്നായി തട്ടിക്കോളൂ കേട്ടോ. ഇവന് തട്ടാനൊന്നും ബുദ്ധിയില്ല, അവനാണ് പണിയെടുക്കണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കി. അതൊന്നും കാണിച്ചില്ല, വൃത്തിയായിട്ട് ഒന്നും കാണിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊരു പരിപാടി, ഇപ്പോഴാണ് മെയിൻ പരിപാടി വന്നത്. അതിനി വെള്ളം ഒപ്പിയെടുക്കണം ഇങ്ങനെ നന്നായിട്ട്. അതിനകത്ത് വെച്ചിട്ട് ഒരു വെള്ള തുണിയിൽ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒപ്പിടിക്കുക. അതിങ്ങനെ വാനൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ, പയ്യെ ഇങ്ങനെ ചെയ്തോളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇവൻ കാണിക്കുന്നുണ്ടില്ലേ, അതുപോലൊക്കെ തന്നെ ചെയ്താൽ മതി. അത്രേ ഉള്ളൂ സംഭവം, വെരി ഈസിയാണ്. ഇവൻ തന്നെ തുടച്ചു കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മളതൊക്കെ ഇങ്ങോട്ട് പാത്രത്തേക്ക് തട്ടിയിടുക. നന്നായി തട്ടിയിടണം കേട്ടോ. ഇത് നമ്മൾ വൃത്തിയിൽ വെച്ചെടുക്കണം. വൃത്തി നമുക്ക് മസ്റ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര വൃത്തിയിലാണ് വെച്ചെടുക്കണേ. അങ്ങനെ ഇപ്പോൾ വൃത്തിയിൽ തന്നെയാണ് വെച്ചെടുക്കണത്. അതുപോലെ നമ്മളിങ്ങനെ ബാക്കിയുള്ള എല്ലാം ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും എടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ആ വെള്ള തുണിയിൽ പൊതിയുന്നു. വെള്ള തുണി വെച്ചിട്ട് അതിനിങ്ങനെ അപ്പോൾ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് മറ്റേ മായാജാലമൊക്കെ കാണിച്ചതാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ അതിന് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് അത് അങ്ങോട്ട് പൊട്ടറ്റോ അതിലേക്ക് അങ്ങോട്ട് ഇട്ടു. അത് തിളച്ച വെള്ളത്തേക്ക് കേട്ടോ നമ്മൾ ഇട്ടത്. എന്നിട്ട് നമ്മളൊരു 3-4 കേട്ടോ, ഞാൻ ഒരു 5-6 മിനിറ്റ് അതിങ്ങനെ ബോയിലിങ് ചെയ്യാൻ വെച്ചു. അതിൽ നിന്ന് നന്നായി അതിങ്ങനെ ഉടഞ്ഞ് വരണം. അതിനു വേണ്ടി ഇപ്പോൾ ഇവൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ അനിയൻ്റെ പട്ടിഷോയായിരുന്നു അവിടെ നടക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഭയങ്കര പറഞ്ഞു വൃത്തിക്കൊക്കെ ഇട്ടോളൂന്ന്. പക്ഷെ അവൻ വൃത്തിക്കൊന്നും പറഞ്ഞില്ല. അതിനുശേഷം നമ്മൾ അതിലേക്ക് എൻ്റെ ഭരണിയിലത്തെ ഉപ്പെടുത്ത് അതിലേക്ക് ഇടണം. പിന്നെ അത് തിളച്ച് ഒരു 6-7 മിനിറ്റൊക്കെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് മാറ്റി അതൊന്ന് വാറ്റാൻ അങ്ങനെ വെക്കണം, അതായത് വെള്ളം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് സെക്കൻഡ് വീഡിയോ ആയിട്ടിരിക്കും. പാർട്ട് 2 എന്തായാലും ഉണ്ടാവും. ഇത് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉടയോന്ന് അറിയാൻ വേണ്ടി, അതായത് നന്നായി വെന്തോന്ന് അറിയാൻ വേണ്ടി നോക്കുന്നതാണ്. പക്ഷേ ഇടുമ്പോഴേക്കും വേവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി പാർട്ട് 2 ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ അത് പോയി കാണണം കേട്ടോ. അപ്പോൾ ശരി, ബൈ.